സമരം നടക്കുന്ന കൊല്ലം അമ്പനാട് എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് ചികിത്സയ്ക്കായി ആശുപത്രിയോ മറ്റ് സംവിധാനങ്ങളോ മാനേജ്മെന്റ് അനുവദിച്ചിട്ടില്ല. അപകടമുണ്ടാകുകയോ രോഗം കൂടുകയോ ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നാൽ ആംബുലൻസ് പോലും മാനേജ്മെന്റ് അനുവദിച്ചു നൽകില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനാകാതെ 2 തൊഴിലാളികൾ മരിച്ച സംഭവവും എസ്റ്റേറ്റിലുണ്ടായിട്ടുണ്ട്. അമ്പനാട് ട്രാവൻകൂർ എസ്റ്റേറ്റിൽ കഴിഞ്ഞ 4 ദിവസമായി സമരം നടത്തുന്ന തൊഴിലാളികളുടെ ആവശ്യത്തിൽ പ്രധാനമാണ് ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക എന്നത്. എസ്റ്റേറ്റിൽ ആകെയുണ്ടായിരുന്ന ആശുപത്രിയിൽ ഡോക്ടറില്ലാതായിട്ട് കാലമേറെയായി. അടിയന്തര ചികിത്സാ സൗകര്യം വേണ്ടിവരുന്ന സാഹചര്യമുണ്ടായാലും കമ്പനിയിലെ ആംബുലൻസ് സൗകര്യം തൊഴിലാളികൾക്ക് അനുവദിക്കില്ല. പകരം ട്രാക്ടറിലോ ലോറിയിലോ വേണം തൊഴിലാളികൾ ആശുപത്രിയിൽ പോകാൻ. ആംബുലൻസ് ആവശ്യം ഞങ്ങൾക്ക് ആദ്യം ആംബുലൻസ് ഇല്ല. അവർക്ക് പോകുമ്പോൾ കിഴക്കോട്ടും മേക്കോട്ടും പോകുമ്പോൾ ആംബുലൻസ്, ഞങ്ങൾക്ക് ലോറിയാണ് വരുന്നത്. അത് ഞങ്ങൾ ചത്തപ്പിൻ്റെ ലോറി വരുന്നത്. ഞങ്ങൾ ജനിച്ച് വളർന്നതേ ഇവിടെ, ഇനി ഞങ്ങളുടെ മരണവും ഇവിടെ, വേറെ ഞങ്ങൾക്ക് വഴിയില്ല. ഞങ്ങൾ എന്താ ചെയ്യും? ഒരു ആംബുലൻസ് ഉണ്ട്, അത് അവർ സഞ്ചരിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ, രോഗമുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു മാർഗവും ഇല്ല. ആളുകൾക്ക് സുഖമില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു വണ്ടിയെ വിളിച്ച് വേണം കൊണ്ടുപോകാം. ആ വണ്ടി സമയത്തിന് വരത്തതുമില്ല. തോട്ടത്തിൽ ജോലിക്കിടെ പാമ്പുകളുടെയും മറ്റും കടിയേൽക്കേണ്ടി വരുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും എസ്റ്റേറ്റിൽ സാധാരണമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പോലും ആംബുലൻസ് കിട്ടാറില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. സമയത്തിന് ചികിത്സ കിട്ടാതെ 2 തൊഴിലാളികൾ മരിച്ച സംഭവവും അമ്പനാട് എസ്റ്റേറ്റിന്റെ ചരിത്രത്തിലുണ്ട്. തൊഴിലാളികൾ കുറവായതിനാലാണ് സ്ഥിരം ഡോക്ടറെ നിയമിക്കാത്തതെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. റിപ്പോർട്ടർ, കൊല്ലം.